സംഘാടകരുടെ ഭാഗത്തു നിന്നോ ദുബൈ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇത് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ പൈലറ്റ് മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, സ്ഥിരീകരിക്കാവുന്ന വിവരമാണോ? പൈലറ്റ് മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ പൈലറ്റ് ഇജാക്ട് ചെയ്യുന്ന ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഇതിന് പിന്നാലെ അപകടം നടന്നതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട് വിമാനത്തിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. പൈലറ്റ് വീരമൃത്യു വരിച്ചതായിട്ട് വ്യോമസേനയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. 2 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. അപകടം ഉണ്ടായതിന് പിന്നാലെ ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് ഈ ദൃശ്യങ്ങളിലൊന്നും പൈലറ്റ് ഇജാക്ട് ചെയ്യുന്ന പാരച്യൂട്ട് വഴി പുറത്തേക്ക് ചാടുന്ന ഒരു ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പൈലറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ആശങ്ക വ്യോമസേനക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വ്യോമസേന ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പൈലറ്റിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നു എന്നുള്ളൊരു കാര്യം മാത്രമായിരുന്നു വ്യോമസേനയിൽ നിന്ന് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ വ്യോമസേന തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. പൈലറ്റ് മരിച്ചതായിട്ട് വ്യോമസേന അധികൃതർ തന്നെ സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സിംഗിൾ സീറ്റർ യുദ്ധവിമാനമാണ് തേജസ് എന്നുള്ളത്. അതുകൊണ്ട് അതിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഒരു സമയം യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക, അതിൽ വിമാനത്തിൽ പറക്കാൻ സാധിക്കുക. ഇതിന്റെ 2ാം ഘട്ട അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായതെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും